പാലക്കാട് ഡിവിഷൻ അടച്ചുപൂട്ടാൻ നീക്കവുമായി റെയിൽവേ. മംഗളൂരു റെയിൽവേ ഡിവിഷൻ രൂപീകരിച്ചേക്കും. കേന്ദ്ര റെയിൽ സഹമന്ത്രി വി സോമണ്ണയുടെ നേതൃത്വത്തിൽ മംഗളൂരുവിൽ യോഗം ചേർന്നു. പാലക്കാട് ഡിവിഷൻ ഇല്ലാതാകുന്നതോടെ കേരളത്തിൽ ഒരു ഡിവിഷൻ മാത്രമായി ചുരുങ്ങും. മുബഷിർ പി അക്ബർ നമുക്കൊപ്പം വീണ്ടും എത്തുന്നു. മുബഷിർ, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു നീക്കമെന്നാണ് റെയിൽവേ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെ? സുജയ, 2 ആഴ്ച മുൻപ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തന്നെ അത് നിഷേധിച്ചിരുന്നു. അടിസ്ഥാനരഹിതമായ വാർത്തയാണ്, വ്യാജ പ്രചാരണം നടത്തുന്നു എന്നുള്ളതായിരുന്നു പാലക്കാട് ഡിവിഷൻ ഇത്തരത്തിൽ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വന്ന വാർത്തയിൽ അവർ പ്രതികരിച്ചിരുന്നു. എന്നാൽ 2 ആഴ്ചയ്ക്കിപ്പുറം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്ക് കേന്ദ്ര റെയിൽവേ മന്ത്രാലയം കടക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന റെയിൽവേ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിൽ നിലവിലുള്ള 2 റെയിൽവേ ഡിവിഷനുകളിൽ പാലക്കാടും തിരുവനന്തപുരവും അതിൽ ഏറ്റവും പഴക്കം ചെന്ന ഏറ്റവും അധികം വരുമാനം ഉൾപ്പെടെ ലഭിക്കുന്ന പാലക്കാട് ഡിവിഷൻ പൂർണ്ണമായും ഇത്തരത്തിൽ മരവിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് മന്ത്രി ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ന് കേന്ദ്ര റെയിൽവേ സഹമന്ത്രി വി സോമണ്ണയുടെ നേതൃത്വത്തിൽ മംഗളൂരുവിൽ ഒരു യോഗം ചേരുന്നുണ്ട്. അദ്ദേഹം വിവിധ കാര്യങ്ങളുടെ ഭാഗമായി യോഗം ചേരുന്നതിന്റെ ഭാഗമായി മംഗളൂരുവിൽ ഇന്നൊരു യോഗം ചേരുന്നു. ആ ഒരു യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഇത്തരത്തിൽ മംഗളൂരു കേന്ദ്രീകരിച്ചൊരു റെയിൽവേ ഡിവിഷൻ രൂപീകരിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായും പാലക്കാടിനെ പൂർണ്ണമായും പൂട്ടി അത് മംഗളൂരുവിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കമാണ് കേന്ദ്രം ഇപ്പോൾ നടത്തുന്നതെന്നാണ് സംസ്ഥാനം ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തെ ഉൾപ്പെടെ അറിയിക്കാതാണ് ഈ ഒരു യോഗം എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. മന്ത്രി വി അബ്ദുറഹ്മാൻ ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയുള്ള ഒരു പ്രസ്താവന ഉൾപ്പെടെ ഇറക്കിയിട്ടുണ്ട്. നമുക്കറിയാം, പാലക്കാട് ഡിവിഷൻ 1956 രൂപീകരിച്ചതാണ്. 2007 പാലക്കാട് ഡിവിഷൻ വിഭജിച്ചായിരുന്നു സേലം ഡിവിഷൻ രൂപീകരിച്ചത്. ആ ഒരു ഘട്ടത്തിലും വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർന്നു വന്നിരുന്നു. ഏറെക്കാലത്തിന് ശേഷമാണ് മറ്റൊരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതായി സംസ്ഥാനം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായി അത്തരമൊരു നടപടി കേന്ദ്രം എടുക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക മുബഷിർ. കേന്ദ്ര റെയിൽ സഹമന്ത്രി വിളിച്ച യോഗത്തിൽ കേരളത്തിൽ നിന്ന് പ്രതിനിധികളില്ല എന്നതും മുബഷിർ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ തുടർ വാർത്തകൾക്കായി പ്രേക്ഷകർ സ്റ്റേ ട്യൂൺ ടു റിപ്പോർട്ട്.